ഹോള് വേണം. ഒരു ഹോളിൽ നമ്മൾ ആദ്യം ഒന്നുകിൽ ചകരിച്ചോറ് അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ കരിയില അത് ഇലകൾ കുറച്ചിട്ടിട്ട് അതിന്റെ മീതെ പോട്ടി മിക്സ് ഇടണം. പോട്ടി മിക്സ് നമ്മൾ വളത്തിന്റെ പീടി പോയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു ചാക്ക് 10 കിലോന് 200 റുപ്യ. അത് ഞാൻ ഇവിടെ കാണിച്ചത് എന്റെ കയ്യിൽ. പോട്ടി മിക്സ് അവർ തരും. അത് ഒരു ചാക്കൊന്നും വേണം, ഒരു ചാക്ക് 5-10 അത് ഇട്ടതിന് ശേഷം നമ്മള് ചകരിച്ചോറ് അല്ലെങ്കിൽ മറ്റേ അത് ലേശം അടിയിലിട്ടെന്ന് പറഞ്ഞാൽ ഇത് ബ്ലോക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിന് പോട്ടി മിക്സ് ഇടുന്നത്. എന്നിട്ട് ഇത് തണലത്ത് വെളിവേലത്തൊക്കെ നമ്മൾ ഈ 2 ദിവസം കൂടി ഇതിന് വെള്ളം നനച്ചു കൊടുക്കുക. ഈ 2 ദിവസം കൂടി ഇതിന് നനച്ചു കൊടുക്കുക. മറ്റു ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇത് നനച്ചു കൊടുക്കുക. ഇതന്നെ ഇതിനെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഇതിന് വേറെ ഇറങ്ങാൻ 30 ദിവസം 40 ദിവസം എടുക്കും. അത് വേറെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിന്റെ സൈഡിൽ നിന്ന് ബ്രാഞ്ചുകൾ വരും. ഇതാ ഉദാഹരണം, ഇതാ ഇപ്പൊ നട്ടതാണ്. ഇതെല്ലാം ഇപ്പൊ ആവുന്നതാണ്. ഇതൊക്കെ വളർന്ന് വരുമ്പോ നമ്മൾ കെട്ടിയിട്ട് കൊടുക്കണം. അത് മോളെ എന്താ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് കെട്ടിക്കൊടുക്കാം. ഒരു 4 അടി ആവുമ്പോഴേ നമ്മുടെ ഇതിന് ഇത് വരണം. പ്ലാസ്റ്റിക് എന്ത് ഇട്ടാ 4 അടി ആയി കഴിഞ്ഞാൽ ഇതിന് സ്പ്രെഡ് ആവണം. അതിനാണ് ഞാൻ ഈ ടയർ വെച്ചത്, അതുകൊണ്ടാണ്. പക്ഷെ ഇതിന് എനിക്ക് ടയറിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ റൈറ്റും ലെഫ്റ്റിലേക്കാണ് വിടുന്നത്. ഒരു 50 സെന്റ് ചെയ്യേണ്ടത് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്കൊരു സംശയം ചോദിച്ചോ. ഇത് വെയിലത്ത് വെക്കുമ്പോ ഇത് ചൂടാവില്ല? അങ്ങനെ എഫക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അത് പിന്നെ നമ്മൾക്ക് സേഫ്റ്റി നോക്കിയിട്ട് ചെയ്തു. ഇപ്പൊ ഞാൻ ഇപ്പൊ 3ാമത്തെ വർഷമാണ് ഇതൊക്കെ ഉള്ളത്. ഇതിനൊന്നും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. നേരിൽ പാടില്ല, വെയില വേണ്ടതിന്. ആ വെയിൽ കൊള്ളുന്നോണ്ടാണ് അതിന്റെ ടോപ്പിൽ കാർപോർട്ടിന്റെ മുകളിൽ നല്ല സ്റ്റമ്പുകൾ ഉണ്ടാവുന്നത്. ഇത് വേറെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു പോട്ട് ഏതെങ്കിലും ഒരു പാത്രത്തില് വെക്കണം. ആ വെക്കുന്ന പാത്രം ഇങ്ങനത്തെ വലിയ പാത്രം, ഒരു പാത്രത്തിൽ നമുക്ക് 4 എണ്ണം വെക്കാം. അതിന്റെ ഉദാഹരണം ഇതൊക്കെ വെച്ചത് 4 എണ്ണം വെക്കാം. ആ വെച്ച് കഴിഞ്ഞാൽ വെക്കുമ്പോ എന്ത് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ പോട്ടിന് 4 സൈഡ് ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഒരു ഉദാഹരണം ഇതൊക്കെ ഹോളാണ്. താഴെയും മീതിയും ടോപ്പിലല്ല വെള്ളം കെട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോള് ചെയ്യുന്നത്. ഈ ഹോള് ചെയ്തപ്പോൾ വെക്കുമ്പോഴേ ആദ്യം എന്ത് ചെയ്യണം എന്നാൽ ഇതിന് ഹോള് ചെയ്തതിന് ശേഷം ഇതിന്റെ അടിയിൽ ഒന്നുകിൽ കരിയിൽ അല്ലെങ്കിൽ ചിരട്ട വെച്ച് കൊടുക്കാം, കമിത്തി വെക്കാം. വെള്ളാണ്ട് ഒഴിക്കുമ്പോഴല്ലേ ഇത് പുറത്തേക്ക് വരുള്ളൂ. നനക്കാനല്ല പറയുന്നത്, ചെയ്യുന്നത് വെള്ളം ഒഴിക്കേണ്ട വരും. നനച്ചാൽ മതി. 2 പ്രാവശ്യം വെള്ളം നനക്കണം. ഇതിന് ജോഡിയുടെ നിർബന്ധവും ഇല്ല. ഏത് കാലാവസ്ഥയിലും നടാം. ഒരു കൊല്ലം കൊണ്ട് ചരലിട്ടാണെങ്കിൽ നമ്മൾ പോട്ടിന്റെ ആവശ്യമില്ല. 4 അടീന്റെ വരെ ഇത് വെച്ചാൽ മതി. അല്ല അങ്ങനെയല്ല പറയുന്നത്. എത്ര അടീന്റെ പിറ്റ് എത്ര ഉണ്ടാക്കും? ഒരടീന്റെ വേര് സ്പ്രെഡ് ആകുന്നതല്ല, മീനെ മാത്രം കുറച്ച് വേര് വരുന്നുള്ളൂ. ആ വേരിനല്ലേ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴേച്ചാൽ നമ്മൾ ആദ്യം പോട്ട് ഡ്രില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിരട്ട വെച്ച് കൊടുക്കുക. ചിരട്ട വെക്കുന്ന വെച്ചാൽ അവിടെ ബ്ലോക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചരലിലാണെങ്കിൽ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ലേശം പൂഴി അതിൽ ആഡ് ചെയ്യണം. അതെന്തിനാ പറഞ്ഞാൽ ഈ ചരൽ കട്ട കെട്ടി ബ്ലോക്ക് ആവാണ്ടിരിക്കാനാണ് ഞാൻ അത് ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഒരു 4 അടിയിൽ ഹൈറ്റിൽ മതി, കുറച്ച് ഹൈറ്റ് കൂടെ. ഈ 4 അടി അയക്കുമ്പോൾ ഒന്നിക്ക് ടയർ വെക്കണം, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും വെച്ചിട്ട് സ്പ്രെഡ് ആവും. ഇതുപോലെ തന്നെ 4 ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ 4 ഭാഗം പോകുമ്പോൾ വെച്ചാൽ നമ്മൾ നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടി വരും. ഈ റൈറ്റും ലെഫ്റ്റ് ആകുമ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണ്ട. ഞാൻ വെച്ചാലോ ഓക്കാം. ഇതിനുള്ള പ്രത്യേകത നമുക്ക് ഒരു കൊല്ലം എന്റെ മറ്റുള്ള മാവും മറയല്ലുണ്ട്. ചെറിയതാണ് എല്ലാം ഇത്ര ഇതിന് വെയിൽ കൊള്ളണം. സ്പേസ് മതി. നമുക്ക് ബാക്കിലോട്ട് നടന്നാൽ ഇനി കാണാൻ നിങ്ങൾക്ക് തരുന്ന ഇതിന് എല്ലാത്തിനും തന്നെ ബ്രാൻഡ് നെയിം ഉണ്ട്. എല്ലാത്തിനും ബ്രാൻഡ് നെയിം ഉണ്ട്. ഇതിപ്പോ ഏതാണെന്ന് ഞാൻ ഇതിനൊരു ഉദാഹരണം പറയാം. ഇത് ഗെയിൻഡ് ഗോൾഡ് ആണ്. ഇത് ചുവപ്പല്ല, വള്ളിയല്ല. ഇതിന്റെ അകം വള്ളിയാണ്, നല്ല മധുരമാണ്, വള്ളിയാണ്. പക്ഷെ ഇത് ഗോൾഡ് കളറാണ്. നിങ്ങൾ സാധനം കാണാൻ ചുവപ്പല്ല, വള്ളിയല്ല, ഇത് ഗോൾഡ് കളറാണ്. ഇത് പെട്ടെന്ന് ചെയ്ത് ഫ്ലഷ് മറ്റേ വൈറ്റ്, അത് നല്ല സ്വീറ്റ് ഉള്ള വൈറ്റ് ആണ് ഫ്ലഷ്.
പക്ഷെ അതിന്റെ കളർ പുറത്തെ കളർ ഗോൾഡ് കളറാണ്. അത് ഗെയിൻഡ് ഗോൾഡ്. മറ്റുള്ള മഞ്ഞ വേറെ, മഞ്ഞയിലുണ്ട്. അത് നിങ്ങൾക്ക് തരുന്നതിലില്ല. അത് ഇസ്രായേലല്ല, എക്വഡോർ, പലോറ, ഇതൊക്കെ മഞ്ഞയിൽ പെടുന്നതാണ്. അതല്ല എൻ്റെ കയ്യിൽ വേറെ, അതിന് വെറൈറ്റി പെടുന്നതാണ്. അതിപ്പോൾ നിങ്ങൾ കൊണ്ടുപോയാലും ഒരു കൊല്ലം കൊണ്ടൊന്നും കായ്ക്കൂല. അത് രണ്ട് വർഷം എടുക്കും. 2 വർഷം എടുത്താലും അതിന് പഴം ആവണമെങ്കിൽ ഈ ഞാൻ പറഞ്ഞ 30 ദിവസം കൊണ്ട് പഴാവില്ല. അതൊക്കെ പഴമാണെങ്കിൽ അതിന് 3 മാസമൊക്കെ എടുക്കും പറിക്കാൻ നമുക്ക് തിന്നണമെങ്കിൽ. ഫ്ലവർ വെച്ച് നല്ല ഫ്ലവറിങ് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞാല് അതിനാവുള്ളൂ. ഈ വെറൈറ്റിക്കൊക്കെ ആവണമെങ്കിൽ 3 മാസം കഴിഞ്ഞ് 2 വർഷം ചിലപ്പോൾ 3 വർഷം എടുക്കും. പക്ഷെ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് തരുന്നതെല്ലാം ചോപ്പ്, പല 4-5 പേരിലുള്ള ചോപ്പാണ്. അതൊക്കെ 1 വർഷമേ വേണ്ടു. ഇതിന് ചിലപ്പോ ചട്ടി മാറ്റുമ്പോ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, പിടിച്ച് വലിച്ച് പറിക്കരുത്. പറിച്ചതിന്റെ വേര് പൊട്ടി പോകും. അപ്പൊ ഇത് നനവ് കുറച്ചിട്ട് ഏതെങ്കിലും തട്ടിക്കഴിഞ്ഞ് നമുക്ക് ഉള്ളം കൈമൽ എടുക്കാം. ഇങ്ങോട്ട് തട്ട്. അല്ലാതെ പിന്നെ ഇത് ഡ്രൈ ആയിട്ട് വലിച്ചാ വേര് പൊട്ടി പോകും. ആ വേര് പൊട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഇതിപ്പോ ഡ്രൈ ആണ്. ഇതിപ്പോ പുതിയതിപ്പോ വെച്ചോണ്ട് ഇപ്പൊ തൊട്ടായിട്ട് ഇങ്ങോട്ട് വരും. നടുന്നത് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നടുന്നത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, എക്സാമ്പിൾ കാണിച്ചു തരാം. അവിടുന്ന് കാണിച്ചു തരാം. അത് ഫുള്ള് നടന്ന ഒരു അരയിഞ്ച് മറ്റേ അത് ഞങ്ങൾക്ക് ഇപ്പൊ അവിടുന്ന് കാണിച്ചത് ഞങ്ങൾ നടണം എന്നുള്ളത്, നടന്റെ രീതികൾ. ബാക്കി ബാക്കിലോട്ട് പോയി ഇത് കാണാൻ കണ്ടില്ല, മൊട്ടയിൽ കണ്ടില്ല.